താഴ്വരയിൽ കട്ടപിടിച്ചൊരു ചുടുചോര കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. നിങ്ങൾക്ക് മാപ്പ് തരില്ല. പോരാട്ടത്തിൻ ചോരചുവപ്പിൽ വിശ്വാസത്താൽ ഞങ്ങൾ വിളിക്കും. മോശം ചെയ്യുന്ന പ്രവൃത്തിയിലും ഞാൻ വ്യാപരിക്കുകയില്ല. ഭാരതത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ അവസാനത്തിലെ രക്തം വരെ ഞാൻ പോരാടുമെന്നും പാവപ്പെട്ട കന്യാസ്ത്രീകളെ തുറുങ്കിലടച്ച പോലീസ് ഛത്തീസ്ഗഡ് പോലീസ് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഛത്തീസ്ഗഡ് പോലീസ് നീതി പാലിക്കുക. ഛത്തീസ്ഗഡ് പോലീസ് നീതി പാലിക്കുക. ജയ് AKCC. കുറ്റമൊന്നും ചെയ്യാതെ ജയിലടച്ച കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക. പ്രതിഷേധ റാലി സിന്ദാബാദ്. പാവപ്പെട്ട കന്യാസ്ത്രീകളെ തുറുങ്കിലടച്ച പോലീസ് ഛത്തീസ്ഗഡിൻ പോലീസ് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ജയ് AKCC. AKCC സിന്ദാബാദ്. പ്രതിഷേധ റാലി സിന്ദാബാദ്. കുറ്റമൊന്നും ചെയ്യാതെ ജയിലടച്ച കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക. പ്രതിഷേധ റാലി സിന്ദാബാദ്. AKCC സിന്ദാബാദ്. ജയ് കത്തീഡ്രൽ AKCC. പാവപ്പെട്ട കന്യാസ്ത്രീകളെ തുറുങ്കിലടച്ച പോലീസ് ഛത്തീസ്ഗഡിൻ പോലീസ് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. പ്രതിഷേധ റാലി സിന്ദാബാദ്. AKCC സിന്ദാബാദ്. പ്രിയമുള്ളവരെ, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് ഇന്ന് പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഛത്തീസ്ഗഡിലെ ദുർഗണ്ണ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 2 കന്യാസ്ത്രീകളെ അകാരണമായിട്ട് തുറുങ്കിലടയ്ക്കുകയും മതപരിവർത്തനം
അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് എന്ന പേരിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇത്രയും നീചമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ 25-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഈ സമയം വരെയും വെട്ടയക്കാതെ അത്യന്തം കാടത്തമായിട്ടുള്ള ഒരു സമീപനമാണ് ഛത്തീസ്ഗഡിലെ പോലീസും അവിടുത്തെ വർഗീയ സംഘടനകൾ ബജരംഗതങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വശേരിയിലുള്ള ഇടവകയിലുള്ള സിസ്റ്റർ വന്ദനയെയും അതുപോലെ തന്നെ അങ്കമാലി ഇളവൂർ സ്വദേശിയായിട്ടുള്ള സിസ്റ്ററെയുമാണ് ഇങ്ങനെ തുറുങ്കിലടയ്ക്കാനുണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ അലകൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ റാലിയും സമ്മേളനവുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കത്തോലിക്ക കോൺഗ്രസിന്റെ സെക്രട്ടറി ശ്രീ റോബി കാളിയങ്കരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ലാസർ കുറ്റിയണ്ണച്ച, കത്തീഡ്രൽ ട്രസ്റ്റീസ് തോമസ് തൗലത്ത്, ഷാജൻ MM, കൊച്ചച്ചന്മാരായ ആന്റണി അച്ച, ഓശനച്ച, ബഹുമാന പ്രസിഡന്റ് ശ്രീ സാബു കൂനൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം ഛത്തീസ്ഗഡിൽ മനുഷ്യ കച്ചവടവും അതുപോലെ തന്നെ മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട് സിസ്റ്റർ വന്ദനയെയും അതുപോലെ സിസ്റ്റർ പ്രീതി മേരിയെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചിരിക്കുകയാണ്. സിസ്റ്റർ വന്ദനയ്ക്കും അതുപോലെ തന്നെ സിസ്റ്റർ പ്രീതി മേരിക്കും നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തീഡ്രൽ AKCC ഇന്ന് ഇവിടെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ബഹുമാനപ്പെട്ട ലാസർ കുറ്റിക്കാരനച്ചന് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ പറയാനായിട്ട് കൊച്ചച്ചൻ ശ്രീ ആന്റണി അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓശിനച്ഛനും എത്തിച്ചേർന്നിട്ടുണ്ട്. ആന്റണി അച്ഛനും ഓശിനച്ഛനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. അതുപോലെ തന്നെ ആൻഡോ തച്ചിലച്ഛൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തച്ചിലച്ഛനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ സാബു കൂനനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ആശംസാ പ്രസംഗം അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കൈക്കാരന്മാരായ ശ്രീ തോമസ് തൗലത്തിനെയും അതുപോലെ തന്നെ MM ഷാജിനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ മൈക്ക് വികാരിച്ചു. ഈ പ്രതിഷേധ റാലിയുടെ പൊതുസമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കത്തീഡ്രൽ വികാരി വെരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ സംസാരിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ആൻഡോ തച്ചിലച്ച, പ്രിയം നിറഞ്ഞ ഓസ്റ്റിൻ പാറക്കലച്ച, ആന്റണി നമ്മളച്ച, ആദരണീയരായിട്ടുള്ള പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടവകയുടെ കൈക്കാരന്മാരായ മിസ്റ്റർ തോമസ് തൗലത്ത്, ശ്രീ അഡ്വക്കേറ്റ് MM ഷാജു പണിക്കത്ത് പറമ്പൻ, മറ്റ് സാബു ചെറിയാടൻ കൈക്കാരൻ, AKCC പ്രസിഡന്റ് സാബു കൂനൻ, മറ്റു ഭാരവാഹികളെ, ടെൽസൺ കോട്ടോളി, അഡ്വക്കേറ്റ് ജോളി, മറ്റ് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ഈ സന്ധ്യാനേരത്ത് മാർത്തോമാ ശ്ലീഹായുടെ നടയിൽ ഒരുമിച്ച് കൂടാനുള്ള കാരണം എന്താണ്? വളരെ ലളിതമായ രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാവുന്നത് ഇപ്രകാരമാണെന്നാണ് എൻ്റെ മനസ്സിൽ വിരിഞ്ഞ ഒരു ചിന്ത. ഞാൻ ക്രൈസ്തവരായ മാമ്മോദീസ മുങ്ങിയ 2 സഹോദരന്മാരെയും കൂട്ടി നമ്മുടെ ഡാണാബിലൂടെ നടന്നു നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഡാണാവിൽ വന്നിറങ്ങുന്ന ബസ്സിൽ നിന്ന് 2 ക്രൈസ്തവ സഹോദരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുമ്പോൾ, അവിടെയുള്ള ജനങ്ങൾ ഒന്നു ചേർന്ന് എന്നെയും ആ 2 ക്രൈസ്തവ സഹോദരങ്ങളെയും
ചോദ്യം ചെയ്യുകയും പീഡിപ്പിക്കുകയും ശാരീരികമായി മർദ്ദിക്കുകയും മാനസികമായി അപകടപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു സംവിധാനം, ഒരു സാഹചര്യം ഇവിടെ സംജാതമായാൽ നമ്മുടെ നാടിന്റെ ആത്മാവിന്റെ ചൈതന്യത്തിന്റെ രൂപമെന്ത്, അതിന്റെ അവസ്ഥയെന്ത്? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ? ഇന്ന് നമ്മൾ കേരളത്തിലല്ല, ഭാരതത്തിൽ മുഴുവനും, ലോകം മുഴുവനും തന്നെ കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾക്ക് സ്വതന്ത്ര സഞ്ചാരം നടത്താനുള്ള അവകാശം ഉച്ചൈസ്തരം നമ്മൾ ഘോഷിക്കുകയും നിയമപരമായി അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. മനുഷ്യരെ തിന്ന് തീർക്കുന്ന കാട്ടുമൃഗങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അവസരം കൊടുക്കുന്ന നമ്മുടെ രാജ്യം മനുഷ്യനായി പിറന്നതിന്റെ പേരിൽ, ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഇവിടെ ജീവിക്കാനാവുകയില്ല, സമൂഹത്തിൽ നടക്കാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്ന ചില സംവിധാനങ്ങളെ, ചില സംഘടനകളെ നമ്മൾ പരസ്യമായിട്ട് അപലപിക്കുകയല്ല വേണ്ടത്, സമൂഹത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയാണ് വേണ്ടത്. ഇത് ആന്റി നാഷണലിസം എന്ന് CBCIയുടെ റെപ്രസെന്റേറ്റീവ് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ആന്റി നാഷണലിസം എന്ന് പറയുമ്പോൾ രാജ്യദ്രോഹികളാണവർ. രാജ്യദ്രോഹികൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ നിയമങ്ങളെ, രാജ്യത്തെ പരിരക്ഷിക്കുന്ന നിയമ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്ന പ്രവണത ആര് തന്നെ ഉൾക്കൊണ്ടാലും, ആര് തന്നെ അതിനെ പിന്തുടർന്നാലും അവർ നമുക്ക് ഈ രാജ്യത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇവിടെ ഉണ്ടായത് എന്താണ്? ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ 2 സിസ്റ്റേഴ്സ്, ഈ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റേഴ്സ്, സഹോദരികള്, സ്വന്തം അമ്മയുടെ ഉദരം പങ്കുചേർന്നവരാണ് സഹോദരികള്. അതുകൊണ്ടാണ് സഹ ഉദരത്തിന്റെ ഭാഗമാണവര്. ഞാൻ ജനിച്ച അതേ ഉദരത്തിൽ തന്നെയാണ് ഈ സിസ്റ്റേഴ്സ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ സഹോദരികൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ 2 സഹോദരികള് ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ 2 ചെറുപ്പക്കാരികൾക്ക് അവരുടെ സ്ഥാപനത്തിൽ പട്ടിണി അനുഭവിക്കുന്ന കുടുംബത്തിന് രക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ, ട്രെയിൻ ഇറങ്ങിയപ്പോൾ അവരെ സ്വീകരിച്ച് സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിലുള്ള ആളുകൾ ഒന്നു ചേർന്ന് അവരെ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ എന്താണ് പാസ്, റെയിൽവേ പ്ലാറ്റ്ഫോം പാസ് എവിടെ? ചോദ്യം, ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യം തന്നെ പ്രസക്തമാണ്, അപ്രധാനമാണ്. കാരണം അവർ യാത്ര ചെയ്തു വന്ന ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള അനുവാദം, ഗവൺമെന്റ് കൊടുക്കുന്ന അനുവാദത്തിന്റെ ടിക്കറ്റ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ പാസിന്റെ ആവശ്യമില്ല. പിന്നെ അത് ചോദ്യം ചെയ്യുന്നത് എന്തിനാ? ചോദ്യം ചെയ്യുന്നത് ആരാണ്? റെയിൽവേ ഉദ്യോഗസ്ഥരാണ്. റെയിൽവേ ഉദ്യോഗസ്ഥർ അത് ചോദ്യം ചെയ്ത് അത് ഇല്ല എന്ന് കാണിക്കുന്നു. ഇവർ ടിക്കറ്റ് കാണിക്കുന്നുണ്ട്, അതവർക്ക് പ്രശ്നമല്ല. അത്രേ പ്രായപൂർത്തികളായിട്ടുള്ള പെൺകുട്ടികളാണവർ. അവരുടെ ആധാർ കാർഡ് കയ്യിലുണ്ട്. ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്, ഞങ്ങൾ ഭാരതീയരാണ്, ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ഏതൊരു മനുഷ്യനും അനുവദിച്ചിട്ടുള്ള രീതിയിൽ ചരിക്കാനും പ്രവർത്തിക്കാനും ജോലി ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഇതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്താ? അതിന്റെ പുറകില് ഏതോ വർഗീയവാദികള് കൃത്യമായി അണിയിച്ചൊരുക്കിയ, ചിട്ടപ്പെടുത്തിയ നാടകം അവിടെ അഭിനയിപ്പിക്കുക, എന്നിട്ട് ആടിനെ പിടിച്ച് പട്ടിയാക്കുക, നല്ല മനുഷ്യരെ പിടിച്ച് ചീത്ത മനുഷ്യരാക്കുക, ജീവിതം മുഴുവനും മാറ്റിവെച്ച് രാഷ്ട്രത്തിന്റെയും രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും ഉന്നതിക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ജീവൻ മുഴുവനും മാറ്റിവെക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അവഹേളിക്കുക, പരിഹസിക്കുക. ഇവിടെ സ്ത്രീത്വത്തിന് സ്ഥാനമില്ലേ? അവരും സ്ത്രീകളല്ലേ? സ്ത്രീകൾക്ക് ആദരവ് കൊടുക്കണ്ടേ? ഇവിടെ നമ്മുടെ വനിതാ വിഭാഗങ്ങളൊക്കെ എവിടെയാ? വനിതാ നിയമ സംവിധാനങ്ങളൊക്കെ എവിടെയാ? അതിലൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട്
സിസ്റ്റേഴ്സിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവരെ ഉടനെ തന്നെ പോലീസിന് വരുത്തി ബജ്രംഗ് ദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന കരുതിക്കൂട്ടി ക്രൈസ്തവ വിശ്വാസത്തെയും സംസ്കാരത്തെയും തകർക്കുന്നതിന് വേണ്ടി, പരിഹസിക്കുന്നതിന് വേണ്ടി, അല്ല ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത പ്രവൃത്തിയാണിത്. ഇത് ഒരു കാരണവശാലും വെച്ചു പൊറിപ്പിക്കാനാകില്ല. ബോധ്യമുള്ള ബുദ്ധിയുള്ള ഒരു പൗരനും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ കുടുംബത്തിന്റെയും ഇരിഞ്ഞാലക്കുട പൗരാവലിയുടെയും ഇരിഞ്ഞാലക്കുട ദേശത്തുള്ള നല്ലവരായ എല്ലാ മനുഷ്യരുടെയും പേരില് പ്രതിഷേധം അറിയിക്കുകയാണ് ഭരണ സംവിധാനങ്ങൾ. ഇതിനൊരു മറുപടി ഒട്ടും സമയം കളയാതെ എത്രയും വേഗം കണ്ടുപിടിച്ച് നടപ്പിലാക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഭരണാധികാരികള് അത് മനസ്സിലാക്കി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുമെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. നമ്മുടെ ഭരണാധികാരികളുടെ സുബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ എല്ലാവരും മുൻപോട്ട് പോകുക. ആയതിനാൽ ഞാൻ ഈ പ്രതിഷേധ സ്വരം ഇവിടെ അറിയിക്കുകയും സിസ്റ്റേഴ്സിന്, നമ്മുടെ മലയാളികളായിട്ടുള്ള സിസ്റ്റേഴ്സിന് പുറം സംസ്ഥാനങ്ങളിൽ പോയി വീടും കുടുംബവും നാടും വിട്ട് ഉപേക്ഷിച്ച് അവിടെയുള്ള പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവിതം ചെലവിടുന്ന സിസ്റ്റേഴ്സിന് അവരുടെ അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ വിട്ടുകൊടുക്കണം. എത്രയും വേഗം അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് കുറ്റത്തിൽ നിന്ന് വിമുക്തരാക്കി വീണ്ടും അവരുടെ ജോലികൾ ചെയ്യാൻ അനുവദിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവം ഗവൺമെന്റിനോട്, അധികാരികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു വികാരിച്ച പ്രിയപ്പെട്ടവരെ.